ചലച്ചിത്ര നടൻ മുകേഷ് അടക്കം 7 പേർക്കെതിരെ നൽകിയ ലൈംഗിക പീഡന പരാതി പിൻവലിക്കുന്നെന്ന് ആലുവ സ്വദേശിനിയെ നടി വെളിപ്പെടുത്തി. തനിക്കെതിരെ എടുത്ത കേസിൽ സർക്കാരും പോലീസും ഏകപക്ഷീയമായ നിലപാട് സ്വീകരിച്ചുവെന്നാണ് നടിയുടെ പരാതി. പിൻവലിക്കുക. കാരണം എന്തെന്നറിയാം, ആ പോക്സോ കേസ് കള്ളക്കേസാണ്. അതിനെക്കുറിച്ച് എത്രയോ നാളായിട്ടും എന്നെ ഈ ലോകത്തിന്റെ മുമ്പിൽ എന്നെ നാട്ടിച്ചു. സത്യമാണോ എന്ന് കണ്ടുപിടിക്കാനോ ഈ കള്ളത്തരം ഈ കള്ളക്കേസ് ഒന്ന് പൊക്കാനോ അവളെ ക്വസ്റ്റ്യൻ ചെയ്യാനോ ഗവൺമെന്റാണ് എന്നെ രക്ഷിക്കേണ്ടത് അല്ലേ? എനിക്ക് അത്രയും സത്യം വേണ്ടിട്ട് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ അത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. എല്ലാം പിൻവലിക്കുക. ഞാനൊരു കേസിന് ഞാൻ തന്നെ ഗവൺമെന്റിന് സപ്പോർട്ട് ചെയ്യുന്നത്. ഗവൺമെന്റിന്റെ സംഭവത്തിനൊന്നും ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ നാട്ടുകാരും എല്ലാവരും എന്നെ കല്ലെറിയല്ലേ ചെയ്ത്. നടപടി എടുക്കാനുള്ള പരിപാടിയായപ്പം പൂങ്കുരുളി മാഡത്തിന് എഴുതി കൊടുക്കും. പോക്സോ കേസിൽ അനങ്ങാതിരുന്നോണ്ട് ഗവൺമെന്റ് അനങ്ങിട്ടില്ല ഈ നിമിഷം വരെ ഇത്ര സമയത്തും. അപ്പൊ ഇവളുടെ പുറകിൽ ആരാണ് കളിച്ചത്? വൻ പാർട്ടിക്കാരായിരിക്കുമല്ലോ, മുകേഷോ ജയസൂര്യോ ഇവരൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. അവളെ ശരിക്കും ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്താൽ അറിയാം, സത്യാവസ്ഥ അറിയാവുന്നതേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. വിഷ്ണു, വിശദാംശങ്ങൾ. SKN ഈ നടി നൽകിയ പരാതി കേരളത്തിൽ ചെറിയ കോളിളക്കങ്ങളല്ല ഉണ്ടാക്കിയത്. അതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുക്കുകയും ചെയ്തു. മുകേഷ്, ജയസൂര്യ, മണിയമ്പിള്ള രാജു അടക്കം 7 പേർക്കെതിരെയാണ് പരാതി നൽകുകയും പിന്നീട് അത് ലൈംഗിക അതിക്രമത്തിൽപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു. അതിൽ ചില കേസുകളുടെ കുറ്റപത്രത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിലാണ് താൻ അവർക്കെതിരെയുള്ള പരാതികൾ പിൻവലിക്കാൻ തയ്യാറെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ നടി തന്നെ മുന്നോട്ട് വന്നിരിക്കുന്നത്. പ്രധാനമായും അവർക്കെതിരെ നേരത്തെ പോലീസ് എടുത്തൊരു കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഈ തീരുമാനം. അതായത് ആ കേസ് ഏകപക്ഷീയമായി പോലീസ് അന്വേഷിക്കുന്നു, തന്നെ വേട്ടയാടാൻ ശ്രമിക്കുന്നു, ഒരു തരത്തിലുള്ള സഹായമോ അല്ലെങ്കിൽ അതിന്റെ വസ്തുത മനസ്സിലാക്കാൻ പോലീസ് ശ്രമിച്ചില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് താൻ ഈ കേസുകൾ പിൻവലിക്കാൻ തയ്യാറാകുന്നത് എന്നാണ് അവരുടെ പ്രതികരണം അല്പസമയം മുമ്പ് വന്നത്. പൂങ്കുഴലി കേസ് അന്വേഷിക്കുന്ന പൂങ്കുഴലിക്ക് നേരിട്ട് കത്ത് നൽകും കേസുകൾ പിൻവലിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി. അതാണ് അവർ വ്യക്തമാക്കുന്നത്. അതിൽ ഇനി എപ്പോഴാണ് അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോവുക എന്നറിയില്ല. നിലവിൽ കേസുകൾ പിൻവലിക്കാനാണ് തന്റെ തീരുമാനം എന്നാണ് അവർ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്. SKN വിവരം ഈ താരങ്ങൾ അറിഞ്ഞതായി നമുക്ക് വിവരമുണ്ടോ? SKN അത്തരത്തിലൊരു വിവരമില്ല. അവരാരോടും പറഞ്ഞിട്ടില്ല. നിലവിൽ അവരുടെ ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിലാണ് അവർ അക്കാര്യം അപ്ഡേറ്റ് ചെയ്തത്. അതിനുശേഷം നമ്മൾ അവരെ വിളിച്ച് പ്രതികരണം തേടുകയായിരുന്നു. അതിനാണ് അവർ പറഞ്ഞത്, ഇത് ഈ തനിക്കെതിരെ എടുത്ത കേസിന് പിന്നിൽ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്, ചില രാഷ്ട്രീയ ഗൂഢാലോചനകളുണ്ട്. താൻ നൽകിയ പരാതിയിൽപ്പെട്ട ആളുകളാണ് ഈ കേസെടുക്കാൻ മുൻകൈ എടുത്ത് അല്ലെങ്കിൽ കേസെടുക്കണം, സമ്മർദ്ദം ചെലുത്തി കേസെടുത്ത് തുടങ്ങിയ ആരോപണങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. സർക്കാർ തന്റെ ഭാഗം കേൾക്കാൻ തയ്യാറാകുന്നില്ല. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഈ നടിക്കെതിരെ നേരത്തെ ഇവരുടെ തന്നെ ബന്ധു നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തത്. ആ കേസിൽ ഒരു മെറിറ്റുമില്ല. തന്നെ വേട്ടയാടാൻ വേണ്ടി മാത്രം എടുത്തൊരു കേസ്, അത് തെളിയിക്കാൻ സർക്കാർ തന്നെ സഹായിക്കുന്നില്ല എന്നുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് അവർ ഇത്തരത്തിലൊരു നിലപാടിലേക്ക് എത്തിയത്. കാരണം 7 പരാതികൾ അവർ നൽകി. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം ഏറ്റവും കൂടുതൽ പരാതികൾ നൽകുകയും അതിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്ത് ഈ ആലുവ സ്വദേശിയായ നടിയുടെ പേരിലാണ്. അതിൽ ആണ് ആ കേസുകളാണ് നിലവിൽ പിൻവലിക്കാൻ അവർ തന്നെ തയ്യാറെടുക്കുന്നത്. ഇതിൽ ഇനി കേസുകൾ പിൻവലിക്കുന്നതിന്റെ സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമായി അവിടെ നിൽക്കുന്നു. കാരണം പ്രത്യേക അന്വേഷണ സംഘം കേസ് ഏറ്റെടുത്ത് കേസ് ചാർജ് അടക്കം സമർപ്പിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ രൂപീകരിച്ചത്. അപ്പൊ അതുകൊണ്ട് ഇവർ നൽകിയ പരാതിയിൽ അന്വേഷണം ബഹുദൂരം മുന്നോട്ട് പോയി. അത് എങ്ങനെയാണ് ആ കേസ് പിൻവലിക്കാനാകുക, ഇനിയാകുക എന്നുള്ളത് ഒരു ചോദ്യമായി നിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ കോടതിയിൽ അത് വാഷ് ചെയ്യപ്പെടുക, അത്തരം നടപടിയിലേക്കൊക്കെ പോയാൽ മാത്രമായിരിക്കും കേസ് പിൻവലിക്കാവുമായി. എന്നാലും അവർ പറയുന്നത് താൻ ഈ കേസുമായി മുന്നോട്ട് പോകുന്നില്ല. അത് പൂങ്കുഴലിക്ക് ഈ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഉദ്യോഗസ്ഥയായ പൂങ്കുഴലിക്ക് താൻ രേഖാമൂലം എഴുതി നൽകാൻ പോവുകയാണ് കേസുകൾ പിൻവലിക്കുന്നുവെന്ന്. സർക്കാർ തന്നെ സഹായിച്ചില്ല, പിന്നീട് എന്തിനാണ് താൻ സർക്കാരിനോട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിക്കുന്ന നടപടിയിൽ സഹായിക്കുന്നത് എന്നാണ് അവരുടെ ചോദ്യം. SKN താങ്ക് യു. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ഇനി കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീകാന്ത്, ഈ കാര്യത്തിൽ ഈ നടി ഇതിനു മുമ്പ് പോലീസുകാരോടോ അല്ലെങ്കിൽ സർക്കാരിനോടോ പരാതി പറഞ്ഞിട്ടുണ്ടോ? ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കുന്നു, തൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നില്ല എന്ന രീതിയിൽ. ഈ പോലീസുമായി ബന്ധപ്പെട്ട് ഈ പ്രത്യേക അന്വേഷണ സംഘത്തോട് നടി ഇക്കാര്യത്തിൽ തന്റെ ആക്ഷേപം ഉന്നയിച്ചിരുന്നു. അതായത് തനിക്കെതിരെ പോക്സോ കേസ് അടക്കം ചുമത്തുന്നു എന്നുള്ളതാണ് അവർ പരാതിയായി ചൂണ്ടിക്കാണിച്ചത്. യാതൊരു അടിസ്ഥാനവും ഇല്ലായിരുന്നു ഈ പോക്സോ കേസ് ചുമത്തുന്നതിൽ. പക്ഷേ എന്നിട്ടും തനിക്ക് പോക്സോ കേസ് ചുമത്തുകയാണ് എന്നുള്ളതാണ് ഇവരുടെ ആക്ഷേപം. ഇപ്പോൾ ചെന്നൈയിലുള്ള ഇവരുടെ തന്നെ ബന്ധുവായ ഒരു യുവതി നൽകിയ പരാതിയിലടക്കം
പോക്സോ കേസ് ഇവർക്കെതിരെ നേരത്തെ ചുമത്തിയിരുന്നു. മാത്രമല്ല അതിന്റെ പേരിൽ തന്നെ പോലീസ് വേട്ടയാടുന്നു എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിച്ചത്. മുൻപ് താൻ ഈ പ്രബലരായ ആളുകൾക്കെതിരെ ഇത്തരത്തിൽ പരാതി നൽകിയതിന്റെ തനിക്കെതിരായ പകപോക്കലാണ് ഇത്തരത്തിൽ പരാതികൾ നൽകുന്നതിന്, ഇത്തരത്തിൽ പകപോക്കലിന് കാരണം എന്നും ഇവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. ഇക്കാരണത്താലാണ് നിലവിൽ ഇപ്പോൾ പരാതി പിൻവലിക്കുന്നതിന് താൻ നിർബന്ധിതയായത്, മുകേഷ് അടക്കമുള്ളവർക്കെതിരെ താൻ പരാതി പിൻവലിക്കുന്നതിന് നിർബന്ധിതയായത് എന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും ഇക്കാര്യം DIG പൂങ്കുഴലിക്ക് മുൻപാകെ അവർ ഉന്നയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. തുടർ നടപടി സ്വീകരിക്കേണ്ടത് പോലീസാണ്. പക്ഷേ ഇപ്പോഴും അതിലൊരു നിയമപ്രശ്നം നിലനിൽക്കുന്നുണ്ട്. കാരണം കോടതി കൂടി ഇടപെട്ട ഒരു കേസാണ്. അതിനുവേണ്ടി തന്നെ ഒരു പ്രത്യേക ബെഞ്ച് രൂപീകരിക്കുകയും ചെയ്തതാണ്. അവരുടെ മേൽനോട്ടത്തിൽ ഇതിന്മേൽ അന്വേഷണവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ ഇത് പിൻവലിക്കലൊക്കെ നടക്കുമോ എന്നുള്ളത് ഇപ്പോഴും സംശയകരമാണ്. SKL. ശ്രീകാന്ത്, ശരിക്കും യഥാർത്ഥത്തിൽ ഈ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇവരിൽ സമ്മർദ്ദം ചെലുത്താനൊക്കെ സാധ്യതയുണ്ടോ? കാരണം പോലീസിന് ഇതൊരു ചെറിയൊരു തിരിച്ചടിയാണല്ലോ. ആക്ച്വലി ഈ കേസിന്റെ തുടക്കം മുതലേ നമ്മൾ നോക്കി ഇതിൽ പല ആളുകളും പരാതി നൽകുന്നതിനോ മറ്റോ രംഗത്ത് വന്നിരുന്നില്ല. അതിനിടയിലാണ്